ജേണി ഓഫ് ലവ്. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. എൻ്റെ കുറുമ്പ, നിങ്ങൾ എങ്ങനെയാ ഞാനൊന്ന് നേരെയാക്കി എടുക്കുക? നിങ്ങളൊരു മനുഷ്യനാക്കി എടുക്കാൻ ഞാൻ ഇത്തിരി പാടുപെടേണ്ടി വരും. എന്നാലും സാരല്ല, ആരും ശനി പിന്നോട്ടില്ല. ഇത്തിരി നേരം മഹിയെ നോക്കിയിരുന്ന് സ്വയം പറഞ്ഞ് അവൻ്റെ നെറ്റിയിൽ വീണ് കിടക്കുന്ന മുടിയിഴകൾ മാടിയൊതുക്കി നെറ്റിയിൽ ചുംബിച്ച് ആരു ബെഡിൻ്റെ മറുപുറത്ത് വന്ന് കിടന്ന് ഒരിക്കൽ കൂടി ഉറങ്ങുന്ന മഹിയെ നോക്കി കണ്ണുകളടിച്ചു. രാവിലെ മഹിയുടെ കാര്യങ്ങളെല്ലാം തീർത്തു കൊടുത്ത് ഇന്ദുവിനോടൊപ്പം ക്ഷേത്രത്തിലേക്ക് വന്നതാണ് ആരു പോകുന്നത് കൊണ്ട് സീതയായിരുന്നു അവർ വരുന്നത് വരെ മഹിക്ക് കൂട്ടിരുന്നത്. ഒഴിവ് ദിവസം അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. എൻ്റെ മഹാദേവ, വെറുപ്പോടെയാ ഞാൻ ഈ താലി ഈ നടയിൽ വെച്ച് ഏറ്റുവാങ്ങിയത്. അന്നത് കഴുത്തിൽ നിന്ന് അറ്റുപോകാൻ ഒത്തിരി ആശിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി എൻ്റെ മരണം വരെ ഈ താലിയും അതിൻ്റെ അവകാശിയും എന്നിന്ന് അകറ്റരുതേ. ആരു മഹാദേവനെ നോക്കി കൈകൾ കൂപ്പി മനസ്സിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് പൂജാരി തന്ന തീർത്ഥവും വാങ്ങി കുടിച്ച് ഒന്നുകൂടെ മഹാദേവനെ വണങ്ങി ഒരു ഭാഗത്തേക്ക് മാറി നിന്നു. മഹിക്ക് വയ്യാതെ ആയപ്പോൾ ഒത്തിരി വഴിപാടുകൾ നേർന്നത് കൊണ്ട് തന്നെ വഴിപാടെല്ലാം കഴിപ്പിച്ച് പ്രസാദം കിട്ടാൻ വൈകുമെന്ന് പറഞ്ഞതും ഇന്ദു പ്രസാദം വാങ്ങാൻ നിന്നതും ആരു പതിയെ ക്ഷേത്രത്തിന് വെളിയിലേക്ക് ഇറങ്ങി നിന്നു. മോളെ, പെട്ടെന്ന് ആരോ തന്നെ വിളിക്കുന്നത് കേട്ട് തിരിഞ്ഞു നോക്കി ആര് കാണുന്നത് തന്നെ നേരെ നടന്നു വരുമ്പോൾ പത്മത്തിനെയാണ്. അവരെ കണ്ടതും ആരുവിൻ്റെ മുഖം ഇരുണ്ടു. നാട്ടിൽ അറിയപ്പെടുന്ന വേശ്യയായി അവർ തന്നോട് സംസാരിക്കാൻ വന്നത് കണ്ട് പലരും തന്നെ നോക്കുന്നത് ആരു അറിഞ്ഞു. ഞാൻ കുറച്ച് ദിവസമായി മോളെ കാണാൻ വേണ്ടി നടക്കായിരുന്നു. എന്തിന്? അവരാരുവിനെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞത് കേട്ട് ആരും സംശയത്താൽ അവരെ നോക്കിക്കൊണ്ട് ചോദിച്ചു. എൻ്റെ പൊന്നു മോളെ, കുറച്ച് ദിവസം മുമ്പ് സൂര്യൻ സാർ എന്നെ കാണാൻ വന്നിരുന്നു. ഞാൻ കാരണം നിങ്ങൾക്കിടയിൽ പ്രശ്നം ഉണ്ടാകരുതെന്ന് പറഞ്ഞ് സാറ് പറഞ്ഞപ്പോൾ മുതൽ കരുതിയതാ മോളെ വന്ന് കാണണമെന്ന്. അവർ പറഞ്ഞത് കേട്ട് ആരും ഒന്നും മനസ്സിലാകാതെ അവരെ നോക്കി. നിങ്ങൾ കരുതും പോലെ ഒന്നുമില്ല. കാക്ക പുല്ല് തിന്നത്തുമില്ല, പശുവിനെ കൊണ്ടാണെങ്കിൽ തീറ്റതിക്ക് തുല്ലുന്ന അവസ്ഥയാ. സൂര്യൻ സാറിനെയും മറ്റുള്ളവരെയും നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്താനാ അവൻ എൻ്റെ വീട്ടിലേക്ക് വരുന്നത്. ഇതുവരെ എന്നെ തൊട്ടിട്ട് കൂടിയില്ല. കുടിച്ചൊരു ഭാഗത്ത് ഫോൺ നോക്കിയിരിക്കും, സമയമാകുമ്പോൾ ഇറങ്ങിപ്പോകും. എന്നാലും ഫുള്ള് പേയ്മെൻറ്റും തരും. ഞാൻ കുറേ എതിർത്തതാണ്, കാര്യം ഉണ്ടായില്ല. എന്നെ ഭീഷണിപ്പെടുത്തി, പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ കൊല്ലുന്നൊക്കെ പറഞ്ഞു. എന്താ ചെയ്യുക? അവനാണെങ്കിൽ ഒരു മനുഷ്യനെ കൊല്ലുന്നത് അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലല്ലോ. ഇനിയെങ്കിലും മോൾ അവനെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം. അത്രയും പറഞ്ഞവർ പോയതും ആര് കേട്ടതൊന്നും വിശ്വസിക്കാനാവാതെ നിന്നു. കൂടെ മഹിയെക്കുറിച്ച് പറഞ്ഞതൊക്കെ കേട്ട് ആരുവിൻ്റെ മനസ്സിൽ വല്ലാത്ത സന്തോഷം തോന്നി. എന്നാലും മഹി ഇങ്ങനെ സ്വയം ചീത്തപ്പേരുണ്ടാക്കി നശിക്കുന്നത് ആലോചിച്ച് ആരുവിന് മഹിയോട് സഹതാപമാണ് തോന്നിയത്. ഈ ചെകുത്താനൊക്കെ വിചാരിച്ച പോലെയല്ല. ഇങ്ങനെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. ഇങ്ങനെ പോയാൽ ഈ ചെകുത്താനെ നേരെയാക്കി എടുക്കാൻ ഞാൻ ഒത്തിരി പാടുപെടും. ആരും മഹിയോർത്ത് മനസ്സിൽ പറഞ്ഞു. എന്താ മോളെ ആലോചിച്ച് നിൽക്കുന്നത്? പ്രസാദം വാങ്ങി അങ്ങോട്ട് വന്ന് എന്തു ചിന്തിച്ച് നിൽക്കുന്ന ആരുവിനെ കണ്ട് അവളുടെ നെറ്റിയിൽ ചന്ദനം ചാർത്തിക്കൊണ്ട് പറഞ്ഞു. ഒന്നുമില്ലമ്മേ. താനിപ്പോൾ ഈ കാര്യം പറഞ്ഞാൽ മഹി മനഃപൂർവ്വം സ്വയം നശിക്കുന്നത് ആലോചിച്ച് എന്തു സങ്കടപ്പെടുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ആരും മനഃപൂർവ്വം ആ കാര്യം അവരിൽ നിന്നും മറച്ചു വെച്ചു. അതും പറഞ്ഞ് ഇലച്ചീന്തിൽ നിന്നും പൂവെടുത്ത് അഴിച്ചിട്ട് മുടിയിൽ തിരികെ വെച്ചു. എന്നാ നമുക്ക് പോയാലോ മോളെ? ഇന്ദു ആരുവിനോട് ചോദിച്ചതും ആരു വേഗം തലകുലുക്കി മുന്നോട്ട് നടന്നു. അവൾക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലെത്തി മഹിയെ കണ്ടാൽ മതിയെന്നായിരുന്നു. മോളെ നിക്ക്. കോവിലകത്തെത്തിയതും വേഗം മുകളിലേക്ക് പടികൾ ഓടിക്കയറാൻ ശ്രമിച്ച ആരുവിനെ തടഞ്ഞുകൊണ്ട് ഇന്ദു വിളിച്ചു. എന്താ അമ്മേ? ഇന്ദു വിളിച്ചത് കേട്ടതും ആരു തിരിഞ്ഞവരെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ദാ ഈ പ്രസാദം മോള് മാഹിമോന് തൊട്ട് കൊടുക്ക്. ഇന്ദു തൻ്റെ കയ്യിലുള്ള പ്രസാദം ആരുവിന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. ശരിയമ്മേ. ആരു വേഗം ഇന്ദുവിൻ്റെ കയ്യിൽ നിന്ന് പ്രസാദം വാങ്ങി മുകളിലേക്ക് ഓടി. ആരു റൂമിലേക്ക് വരുമ്പോൾ കാണുന്നത് ഫോൺ നോക്കി കിടക്കുന്ന മഹിയാണ്. ഒരു ഭാവവ്യത്യാസവുമില്ലാതെ ഫോൺ നോക്കി കിടക്കുന്ന മഹി ആര് കണ്ണെടുക്കാതെ നോക്കി നിന്നു. തന്നെ ആരോ ശ്രദ്ധിക്കുന്നത് പോലെ തോന്നി മുഖം ചരിച്ച് നോക്കിയ മഹി തന്നെ തന്നെ നോക്കി ചെറു ചിരിയോടെ വാതിൽപ്പടിയിൽ ചാരി നിൽക്കുന്ന ആരുവിനെ കണ്ട് സംശയത്തിൽ നോക്കി. എന്താടി ഇങ്ങനെ നോക്കുന്നത്? ആരും നോട്ടന്മാരിൽ നിന്ന് കണ്ടതും മഹി ഇത്തിരി ശബ്ദം ഘടിപ്പിച്ച് ചോദിച്ചു. അതെന്താ, എനിക്ക് എന്നെ കെട്ടിയവനെ നോക്കാനും പാടില്ലേ? മഹി ചോദിച്ചത് കേട്ട് ചിരിയോട് അതും പറഞ്ഞുകൊണ്ട് ആരു ബെഡിൻ്റെ അവൻ്റെ അടുത്തായി വന്നിരുന്നതും മഹി അവൾ പറഞ്ഞത് കേട്ട് ആരുവിനെ സംശയത്തിൽ അടിപിടി നോക്കി. എന്താടി, നിന്റെ കിളി പോയോ? ആരുവിൻ്റെ മുഖത്തെ ചിരി കണ്ട് മഹി ചോദിച്ചതും ആരുവിനെ നോക്കി കണ്ണും ചിമ്മി കാണിച്ചു. ഇലച്ചീനിൽ നിന്നും ചന്ദനം തൊട്ടെടുത്ത് മഹിയുടെ നെറ്റിയിൽ ചാത്തി അവൻ്റെ മുഖം കയ്യിൽ കോരിയെടുത്ത് അവൻ്റെ ഇരു കവിളിലും മാറി മാറി അമർത്തി ചുംബിച്ചതും
മഹി ആരാപ്പം പടക്കം പൊടിച്ചതെന്ന് എക്സ്പ്രഷനിട്ട് വാ പൊളിച്ചിരുന്നു. മഹിയുടെ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയത് പോലുള്ള ആ വാതുറന്നുള്ള ഇരുത്തം കണ്ട് ആര് ചിരിയോടെ മഹിയുടെ നെറ്റിയിൽ കൂടി ചുംബിച്ചുകൊണ്ട് അടന്നു മാറിയതും മഹി അത്ഭുതത്തോടെ അവളെ നോക്കി. എന്തേ? മഹിയുടെ നോട്ടം കണ്ട് ആര് ചിരിയടക്കില്ലാത്ത ഗൗരവം മുഖത്ത് വരുത്തിക്കൊണ്ട് ആര് മഹിയെ നോക്കി പുരികം പൊക്കിക്കൊണ്ട് ചോദിച്ചു. നിനക്കെന്താ പറ്റിയേ? നിന്റെ തല എവിടെയെങ്കിലും പോയി ഇടിച്ചോ? മഹി ആരുവിനെ ഒഴിഞ്ഞു നോക്കി സംശയത്തിൽ ചോദിച്ചു. എൻ്റെ തല എവിടെയും പോയി ഇടിച്ചിട്ടില്ല, നിങ്ങളുടെ തല തിരിഞ്ഞിരിക്കുന്നത് കൊണ്ട് തോന്നുന്നതാകും. മഹി പറഞ്ഞത് ഇഷ്ടപ്പെടാതെ ചുണ്ടുകൂട്ടി അതും പറഞ്ഞ് ഡ്രസ്സ് മാറാൻ പോയതും മഹി എന്തായിരിക്കും പറ്റിയെന്ന് അറിയാതെ അവൾ പോയ വഴിയെ നോക്കി ചിന്തയോടെയിരുന്നു. ആര് ഡ്രസ്സ് മാറ്റി താഴേക്ക് എത്തുമ്പോഴേക്കും ഇന്ദുവും സീതയും കൂടി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം എടുത്തു വെച്ചിരുന്നു. മോൾക്ക് കഴിക്കാനെടുക്കട്ടെ? സൂര്യയുടെ പ്ലേറ്റിലേക്ക് ഭക്ഷണം വിളമ്പുന്നതിനിടയിൽ ഇന്ദു ആരുവിനെ കണ്ട് ചോദിച്ചു. ഇപ്പം വേണ്ടമ്മേ. അതും പറഞ്ഞ് ആര് വേഗം കിച്ചണിലേക്ക് പോയി. മൈക്ക് വയറിലെ മുറിവ് ശരിക്കും ഉണങ്ങുന്നത് വരെ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാൻ കൊടുത്താൽ മതിയെന്ന് ഡോക്ടർ പറഞ്ഞത് കൊണ്ട് തന്നെ പൊടിയരിക്കഞ്ഞിയും തേങ്ങാ ചമ്മന്തിയും ഉണ്ടാക്കി ആരും മുകളിലേക്ക് നടന്നു. എന്തുണ്ടാക്കിയതൊന്നും മഹി കഴിക്കില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം മഹിക്ക് കഴിക്കാനുള്ളത് ആര് തന്നെയാണ് ഉണ്ടാക്കുക. ആര് റൂമിലേക്ക് വരുമ്പോൾ കാണുന്നത് കാര്യമായി എന്തോ ആലോചിച്ച് കിടക്കുന്ന മഹിയാണ്. അതേ, ഭക്ഷണം കഴിക്കണ്ടേ? ആര് കയ്യിലുള്ള പാത്രങ്ങൾ ടേബിളിൽ വെച്ച് മഹിയെ തട്ടിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചതും മഹി അവളുടെ ചോദ്യത്തിന് അതേ എന്ന രീതിയിൽ കനപ്പിച്ച് മൂളിയതും ആര് മഹിയെ പതിയെ താങ്ങിപ്പിടിച്ച് ബെഡിൽ എണീപ്പിച്ച് ഹെഡ് ബോർഡിലേക്ക് ചാരിയിരുത്തി. ഇതെന്താ ഇന്നും കഞ്ഞിയോ? മഹി ആരുവിനെ നോക്കി മുഖം ചുളിച്ച് ഇഷ്ടക്കേടോടെ ചോദിച്ചു. ഞാനെന്താടി തളപാദം പിടിച്ച് കിടക്കണം, എനിക്കിത് വേണ്ട. മഹി മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു. മുറി കൊടുക്കുന്നത് വരെ കനം കുറഞ്ഞ ഭക്ഷണം ഡോക്ടർ കൊടുക്കാൻ പറഞ്ഞത്. ആര് കഞ്ഞിപ്പാത്രവും എടുത്ത് മഹിക്കരികിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു. ഡോക്ടർമാർക്ക് അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി, സ്ഥിരമായി കഞ്ഞി കുടിക്കുന്നവർക്ക് അതിന് ബുദ്ധിമുട്ടറിയൂ. ബുദ്ധിമുട്ടാണെങ്കിൽ കണക്കായിപ്പോയി. ആവശ്യമില്ലാത്ത പണിക്ക് പോയിട്ടല്ലേ ഇപ്പം ഇങ്ങനെ കിടക്കേണ്ടി വന്നത്, തല്ലുകൊള്ളി. മാഹി പറഞ്ഞത് കേട്ട് കഞ്ഞിയിൽ സ്പൂണിട്ട് ഇളക്കിക്കൊണ്ട് പതിയെ പറഞ്ഞു. എന്താ നീ പറഞ്ഞേ? മാഹി ആര് പറഞ്ഞത് വ്യക്തമായി കേൾക്കാത്തത് കൊണ്ട് ചോദിച്ചു. ഓ, ഒന്നുമില്ല, ഇത് കഴിച്ചിട്ട് വേണം മെഡിസിൻ കഴിക്കാൻ, മെഡിസിൻ കഴിച്ചാലേ മുറി ഉണങ്ങും. ആരും അതും പറഞ്ഞുകൊണ്ട് കഞ്ഞി സ്പൂണിൽ കോരി മഹിക്ക് നേരെ നീട്ടിയതും മടിച്ചാണെങ്കിലും മഹി അതെല്ലാം കഴിച്ചു. മഹിയേട്ടാ. മഹിക്ക് മരുന്ന് കൊടുത്ത് അവനെ ചുണ്ടും താടിയും തുടച്ചു കൊടുത്തുകൊണ്ട് ആരും അവനെ വിളിച്ചു. മഹിയേട്ടന് ശരിക്കും എന്നോട് ഇഷ്ടമുണ്ടോ? ആരും മഹിയോട് ചേർന്നിരുന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി ആകാംക്ഷയോടെ ചോദിച്ചു. ആരുവിൻ്റെ ചോദ്യം കേട്ടത് മഹി തന്നോട് ചേർന്നിരിക്കുന്ന ആരുവിനെ നോക്കി. അവളുടെ വിടർന്ന കണ്ണിലുടക്കിയതുപോലെ അവൻ അവളെ തന്നെ നോക്കിയിരുന്നു. ആ പെട്ടെന്ന് കവളിലൊരു പിച്ച് കിട്ടിയതും മഹി ബോധം വന്നതുപോലെ കവളൊടിഞ്ഞ് ആരുവിനെ നോക്കി. എന്തിനടി എന്നെ പിച്ചിയത്? മഹി കവളൊടിഞ്ഞ് അവളെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു. പിന്നെ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം തരാതെ എന്നെ നോക്കിക്കൊണ്ടിരുന്നാൽ ഞാൻ പിന്നെ എന്താ ചെയ്യുക? ആരവും തിരിച്ച് മഹിയെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. അതെ, ശരിക്കും നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമുണ്ടോ? ആരും മഹിയുടെ ചേനിൽ പിടിച്ച് വിരൽ കൊണ്ട് ചുഴറ്റി വിട്ട് അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. പിന്നെ ഒന്ന് പോയടി, എനിക്കെന്താ ഭ്രാന്തുണ്ടോ നിന്നെയൊക്കെ സ്നേഹിക്കാൻ? മഹി ആരുവിൻ്റെ മുഖത്ത് നോക്കാതെ ചിരി കൂട്ടിക്കൊണ്ട് പറഞ്ഞു. ഓഹോ, എന്നിട്ട് എന്തിനാ 10 ലക്ഷം കൊടുത്ത് എന്നെ കിട്ടിയത്? ആരും മഹിയെ നോക്കി പുരുകം മുന്തിച്ച് സംശയത്തിൽ ചോദിച്ചു. അത് മഹി എന്ത് പറയണമെന്ന് അറിയാതെ തപ്പി. ഏത്? അത് പിന്നെ നീ നിന്റെ ചത്തുപോയ തന്തേനെ ജയിൽ കയറ്റിയ ദേഷ്യം തീർക്കാൻ കെട്ടിയതാ നിന്നെ. നീ വേറെ വല്ലനെയും കെട്ടിപ്പോയാ എനിക്ക് നിന്നോട് പകരം വിട്ടാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാ. ആണോ? എന്നിട്ട് എന്താ എന്നോട് ഇതുവരെ ആയിട്ട് പക വിട്ടാത്തത്? അത് പിന്നെ നീ പെണ്ണല്ലേ, പെണ്ണുങ്ങളോട് ഏറ്റുമുട്ടുന്നത് ആണുങ്ങൾക്കൊരു മോശമാണ്. അപ്പം എന്നെ കെട്ടുമ്പോൾ നിങ്ങൾക്ക് അറിയില്ലായിരുന്നു ഞാനൊരു പെണ്ണാണെന്ന്? ആരവിനെ കെറിവിച്ചുകൊണ്ടുള്ള ചോദ്യം കേട്ടതും മഹിയൊന്ന് പരിങ്ങി. എനിക്കറിയാം ഈ പറഞ്ഞതെല്ലാം കള്ളാണെന്ന്, അതുകൊണ്ട് കൂടുതൽ പറഞ്ഞ് ബുദ്ധിമുട്ടണ്ട. മഹിയോടായി അത്രയും പറഞ്ഞ് ആരും മഹി കടിച്ച പ്ലേറ്റ് എടുത്ത് താഴേക്ക് പോയതും മഹി ഒന്ന് നെടുവീർപ്പിട്ട് ഹെഡ് ബോർഡിലേക്ക് ചാരിയിരുന്നു. ആരും താഴെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കടിച്ച് ഇന്ദുവിന് സീതക്കൊപ്പം അടുക്കളയിൽ സഹായിക്കുമ്പോഴാണ് ആരുവിനെ സൂര്യ വിളിച്ചത്. ശബ്ദം കേട്ട് സ്വീകരണ മുറിയിലേക്ക് വന്നു നോക്കി ആര് കാണുന്നത് സൂര്യൻ്റെ ഒപ്പം വരുന്ന മഹിയെ നോക്കുന്ന ഡോക്ടറെയും നേഴ്സിനെയാണ്. മുറിവിടക്ക് ഡ്രസ് ചെയ്യാനുള്ളത് കൊണ്ട് ഹോസ്പിറ്റലിൽ വരെ പോയി പോരാനുള്ള ബുദ്ധിമുട്ട് കാരണം മുറിവ് പരിശോധിക്കാനും മാറ്റിക്കെട്ടാനും ഡോക്ടർ ഇങ്ങോട്ടാണ് വരാറ്. മോളെ, ഇവരെ മഹിക്കുട്ടിൻ്റെ അടുത്തേക്ക് ആക്കിയേക്ക്, എനിക്ക് OBC പോകാൻ ടൈമായി. മഹിക്ക് സൂര്യ വന്നാൽ ഇഷ്ടമാകില്ലെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ സൂര്യ മനഃപൂർവ്വം ഒഴിഞ്ഞു മാറിയതാണെന്ന് ആരുവിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ
ആരും പിന്നെ കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ അവരെയും കൊണ്ട് റൂമിലേക്ക് പോയി. ആ, മുൻപത്തെ പോലെയല്ല, മുറിവിന് ഉണക്കുണ്ട്. 2 വീക്സ് കഴിഞ്ഞാൽ സ്റ്റിച്ച് എടുക്കാനാകും. ഈ മെഡിസിൻ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. ഡോക്ടർ മുറിവ് പരിശോധിച്ചുകൊണ്ട് ആരുവിനോട് പറഞ്ഞു. കൂടെ ആരുവിന് മുറിവ് ക്ലീൻ ചെയ്ത് മരുന്ന് വെച്ച് മുറിവ് ഡ്രസ് ചെയ്യേണ്ട രീതിയും പഠിപ്പിച്ചു കൊടുത്തായിരുന്നു അവർ പോയത്. ഇതെന്താ? ഉച്ചക്ക് ആദ്യം മിജുവും കൂടി വലിയൊരു കബോർഡ് പെട്ടിയും താങ്ങി പിടിച്ച് കൊണ്ടുവരുന്നത് കണ്ട് ആര് സംശയത്തിൽ ചോദിച്ചു. ഇത് മാഹി പറഞ്ഞിട്ട് കൊണ്ടുവന്നതാ. റൂമിലേക്ക് വന്ന ആരുവിനെ കണ്ട് അവർ ചെറിയ പരുങ്ങളോടെ പറഞ്ഞു. ഇതെന്താ സാധനം? ആരും ആ ബോക്സിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. എന്നാ മാഹി, ഞങ്ങൾ ഇറങ്ങണേ. അത്രമാത്രം പറഞ്ഞ് ഇരുവരും വേഗത്തിൽ അവിടുന്ന് പോയതും അവരുടെ പോക്കും മഹിയുടെ കണ്ടുകൊണ്ടുള്ള നോട്ടവും കണ്ട് ഉള്ളിൽ തോന്നിയ സംശയത്തിൽ ആരും ആ ബോക്സ് തുറന്ന് നോക്കിയതും അതിലുള്ള മദ്യക്കുപ്പികൾ കണ്ട് അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. എന്താ മഹിയേട്ടാ ഇത്? ആരും ദേഷ്യത്തിൽ മഹിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലേ അതെന്താണെന്ന്? ആര് പറഞ്ഞത് കേട്ട് വിട്ടുകൊടുക്കാതെ മാഹി പറഞ്ഞു. എനിക്ക് മനസ്സിലായി, നിങ്ങൾക്കിപ്പോൾ വയ്യാതിരിക്കല്ലേ മനുഷ്യ. അപ്പൊ ഇതൊക്കെ കുടിക്കാൻ പാടുണ്ടോ ചെകുത്താനെ? ആരുടുപ്പിൽ കൈകൊത്തി മഹിയെ ദേഷിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു. മുറിവുണങ്ങാനേ ബെസ്റ്റായത്. കുന്താണ് ബെസ്റ്റ് ഫ്രണ്ട്സ്. ചിന്തിക്കാനുള്ള ബുദ്ധി അവർക്കില്ല. അതുകൊണ്ടല്ലേ ഇതിവിടെ കൊണ്ടുപോയിട്ട് അവർ പോയത്. ഡേ ഭദ്രകാളി, നീ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ. അവർ പറഞ്ഞാലും നല്ല സ്വഭാവം മാറുവേ. ആര് പറഞ്ഞത് കേട്ട് മഹി ശബ്ദം കടുപ്പിച്ച് പറഞ്ഞു. ഞാനൊന്നും പറയണ്ടെങ്കിൽ അവരെ വിളിച്ച് ഇതൊക്കെ എടുത്ത് ഇവിടുന്ന് പോകാൻ പറ. ഇല്ല, ഇതൊക്കെ ഞാൻ കുടിച്ച് തീർക്കും. അതിനു വേണ്ടി തന്നെയാ ഇത്രയും കാശ് മുടക്കിയത് ഇവിടെ എത്തിച്ചത്. താൻ എത്ര കിട്ടിയാലും പഠിക്കില്ലട ചെകുത്താനെ. മഹി വീറോടെ പറഞ്ഞു കേട്ട് ആരവനെ നോക്കി പല്ല് കഴിച്ച് അതും പറഞ്ഞ് താഴേക്ക് പോയി വലിയ 2 ബക്കറ്റ് എടുത്തുകൊണ്ട് വന്നു. എന്തടി, നീ എന്തിനുള്ള പുറപ്പാടാ? മഹി ആരവനെ സംശയത്തിൽ നോക്കിക്കൊണ്ട് ചോദിച്ചു. മഹി ചോദിച്ചത് ആര് കേട്ടുവെങ്കിലും അവളൊന്നും പറയാതെ ഒരുവിധം കുപ്പികളെല്ലാം പൊട്ടിച്ച് അതിലുള്ള മദ്യമെല്ലാം ബക്കറ്റിലേക്ക് ഒഴിച്ചു. ആരുഷി, വേണ്ട, ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങിയതാ അതൊക്കെ. ആര് ബക്കറ്റൊക്കെ താങ്ങി പിടിച്ച് പോകുന്നത് കണ്ട് മഹി തനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സങ്കടത്തിൽ വിളിച്ചു പറഞ്ഞു. ആണേലേ കണക്കായിപ്പോയി. അത് പറഞ്ഞ് ആരൊരു തുള്ളി പോലും ബാക്കി വെക്കാതെ എല്ലാം ബാത്റൂമിൽ കൊണ്ടുപോയി ഒഴിച്ചു കളഞ്ഞു. നിനക്ക് ശാപം കിട്ടൂടി പിശാച്. അയ്യോ! മഹി സങ്കടത്തിൽ നെഞ്ചും തടവിക്കൊണ്ട് വിളിച്ചു പറഞ്ഞതും ആരും മായിക്കൊരു ഫ്ലൈങ് കിസും കൊടുത്ത് ആരും ഒഴിഞ്ഞ കുപ്പികളും കൊണ്ട് താഴേക്ക് പോയി.